ഹലോ കൂട്ടുകാരെ, നമ്മുടെ കുരുത്തല കറി വെക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പം അതിന് മേടിച്ച് ഒരു ചട്ടി വെച്ച് ചൂടായപ്പോൾ അതിലോട്ട് നമ്മൾ ചെറുള്ളി ഇട്ട് കൊടുത്ത്, കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുത്ത്, ഒരു കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുത്ത്, കുറച്ച് കുരുമുളക്, പിന്നെ കുറച്ച് കരിവേപ്പിലയും ചേർത്ത് കൊടുത്ത് അത് നന്നായിട്ടൊന്ന് ഇളക്കി വഴന്ന് വന്നപ്പോൾ നമ്മുടെ കുറച്ച് ആവശ്യത്തിന് കൂടാനുള്ള ഉണക്കമുളക് വറ്റൽമുളകാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അത് നമ്മൾ നല്ലോണം വെളിച്ചെണ്ണയിലിട്ട് നല്ലോണം മുരിച്ചെടുത്തിട്ടുണ്ട്. ഒരു മുരിഞ്ഞ് വന്നപ്പോൾ കുറച്ച് മല്ലിയും കൂടി ചേർത്ത് കൊടുത്ത് ആ മല്ലിയും നന്നായിട്ട് മുരിഞ്ഞ് വന്നപ്പോൾ ഒരു തക്കാളി ഇട്ട് കൊടുത്ത് അത് നന്നായിട്ട് എല്ലാം ഇളക്കി യോജിപ്പിച്ച് എല്ലാം നല്ല ശരിക്ക് വാടി നമ്മുടെ മുളകും മല്ലിയൊക്കെ നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട് എണ്ണയിൽ കിടന്ന്. അപ്പോൾ ഒരു ചെറിയ സ്പൂണ് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തു. എന്നിട്ട് നമുക്കത് മിക്സിയുടെ ജാറിലോട്ട് ആക്കി കൊടുക്കാം. അത് മിക്സിയുടെ ജാറിലോട്ട് നമ്മൾ ആ മുരിഞ്ഞ എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ നന്നായിട്ടൊന്ന് അരിച്ചെടുത്തത് പേസ്റ്റ് പോലെ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അരപ്പ് ഒരു ചട്ടിയിലോട്ട് മാറ്റാം. അപ്പോൾ നമ്മുടെ മൺചട്ടിയിലോട്ട് നമ്മൾ അരപ്പെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇട്ട് കൊടുത്ത് നമുക്കതിനാവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കണ്ടമാനം വെള്ളമൊന്നും വേണ്ട, നമുക്കത് പറ്റിച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ നമ്മൾ ആ വെള്ളവും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെള്ളം നന്നായിട്ടൊന്ന് അരപ്പ് നല്ലോണം ഒന്ന് ഇളക്കി അതെല്ലാം സെറ്റാക്കി അതിൽ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്ത് കുടംപുളി ഇട്ട് കൊടുത്ത് ഇനി നമ്മുടെ കൂരിത്തലയാണിത്, നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിരുന്ന കൂരിത്തലയാണ്. അത് നമ്മൾ അതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ക്ലീൻ ചെയ്തതാണ്. അപ്പോൾ നമ്മൾ ആ കൂരിത്തലയും കൂടി ആ അരപ്പിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് അടപ്പിൽ വെക്കണം. അടപ്പിൽ എല്ലാം ഇട്ട് കൊടുത്തൊന്ന് സെറ്റാക്കിയിട്ട് നമുക്ക് അടപ്പിൽ വെച്ച് നന്നായിട്ട് പറ്റിച്ചെടുക്കണം. അപ്പോൾ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. അരപ്പൊക്കെ എല്ലായിടത്തും ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് വെച്ചിട്ടുണ്ട്. നമുക്കതൊന്ന് അടപ്പിൽ വെക്കാം. അടപ്പിൽ വെച്ച് നമുക്കതൊന്ന് ശരിക്ക് കറി തിളച്ച് ഒന്ന് വറ്റി നമ്മുടെ കറിയെല്ലാം ഒരുവിധം റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ കൂരിത്തല. ഇത് നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. നമുക്ക് കപ്പയുടെ കൂടെ ചോറിനുമൊക്കെ കഴിക്കാം. നല്ല ടേസ്റ്റിയാണ്. കഴിക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് കഴിച്ച് നോക്ക്. അപ്പോൾ നമ്മുടെ കൂരിത്തല പറ്റി നല്ല റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം.